തിരൂർ സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തിട്ടോ. ഇനി ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്യാനുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ തിരൂർ മാർക്കറ്റ്, ഗൾഫ് മാർക്കറ്റ്, ഫോറിൻ മാർക്കറ്റിലായിരുന്നു കഴിഞ്ഞ വീഡിയോ. എൻ്റെ ഒരു മൊബൈലിൻ്റെ ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഡിസ്പ്ലേ ആദ്യം 2-3 കടക്കാർ മാറ്റി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് നമ്മൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അത് മാറ്റിത്തരാം, അത് കിട്ടും എന്നുള്ള അറിവോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് നേരെ കൽപ്പകഞ്ചേരിയിലേക്ക് തിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ഒരു മെസ്സേജ് കൂടി കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ സ്മാർട്ട് ഫോൺ വല്ലതും കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, ചെറിയ ചെറിയ കംപ്ലൈൻ്റ് ആയിരിക്കും, ഒറിജിനൽ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരൂർ മാർക്കറ്റിൽ അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പം ലക്കിന് സാധനം കിട്ടും. അങ്ങനെയെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. കൽപ്പകഞ്ചേരി മേലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങി. അതാണ് കൽപ്പകഞ്ചേരി ചന്തയിലേക്കുള്ള തിരൂർ ഭാഗത്തേക്ക് അങ്ങോട്ടും വളാഞ്ചേരി ഭാഗത്ത് ഇങ്ങോട്ടോ കേട്ടോ. ഒന്ന് ബസ് ഇറങ്ങിയിട്ട് ഇതാ ഇവിടുത്തെ പള്ളിയാണിത്, ജുമാ മസ്ജിദാണിത്. അവിടുന്ന് ഏകദേശം ഇവിടെയാണ് ചന്ത നടക്കുന്നത്. ഈ വെറ്റില ചന്തയുടെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മളെ 2 വർഷം മുന്നേ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ. അതിൽ ഒരുപാട് ആൾക്കാർ കംപ്ലൈന്റ് ആയിരുന്നതിൽ ഇവിടെ ഏതാണ് സ്ഥലം, ഏത് ജില്ലയാണ്, എങ്ങനെയാണ് ഇങ്ങോട്ട് വരിക, വഴി എങ്ങനെയാണ് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ കംപ്ലൈന്റ് പറയുന്നത്. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോയില് കൃത്യമായിട്ട് ഏത് ജില്ലയെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. മലപ്പുറം ജില്ലയിലാണ് ഈ വെറ്റില ചന്ത നടക്കുന്നത്. അതിവിടെ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്നുള്ളിൽ കുറെ ആൾക്കാർ ചോദിച്ചു, നിങ്ങോട്ട് വരുന്ന വഴി ഏത് രീതിയിലാണ്, ഏത് വഴിയാണ് കൽപ്പകഞ്ചേരിക്ക് ചന്തയ്ക്ക് എത്തുകയെന്ന് ചോദിച്ചത്. തിരൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ളത്. ഏകദേശം 10 കിലോമീറ്ററോളം ട്രെയിൻ ഇറങ്ങിയിട്ട് 10 കിലോമീറ്ററോളം വളാഞ്ചേരി റൂട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേലങ്ങാടി പറഞ്ഞ സ്ഥലം, കടുങ്ങാത്തോണ്ട് കൽപ്പകഞ്ചേരി മേലങ്ങാടി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇറങ്ങാം. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ മസ്ജിദിന്റെ തൊട്ട് താഴത്താണ് ഇറങ്ങേണ്ടത്. ഇവിടെ തന്നെയാണ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചന്ത നടക്കുന്നത്. എങ്ങനെയാണ് ഞാൻ വന്നിട്ടുള്ളത്, നമുക്ക് ഒരു നാടൻ പച്ചമരുന്ന് ഇവിടെ ഉണ്ട്, അലർജിക്കുള്ള ഒരു നാടൻ പച്ചമരുന്ന് കിട്ടും എന്ന് അറിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എനിക്ക് ആ പച്ചമരുന്ന് വേണം. സമയം ഏകദേശം 3 മണി ആയിട്ടുള്ളൂ. ആളുകളൊക്കെ വന്നു തുടങ്ങുള്ളൂ. ഏകദേശം 4, 5 മണി, 6 മണിയൊക്കെ ആവും തിരക്ക് തുടങ്ങുമെങ്കിൽ. ഈ തിരക്ക് തുടങ്ങുന്നതിന്റെ ഉള്ളിൽ നമുക്ക് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് വരാം. രാവിലെ ആയിരുന്നു വെറ്റിലച്ചന്ത. വെറ്റിലച്ചന്ത ഏകദേശം കഴിഞ്ഞു, അവസാനിച്ചു. ഇനിയിപ്പുള്ളത് മാർക്കറ്റാണ്, നാടൻ മാർക്കറ്റാണ്. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇറച്ചി, മറ്റുള്ള എല്ലാവിധ ഗൃഹോപകരണങ്ങളടക്കം എല്ലാവിധ പച്ചക്കറികളും മാംസങ്ങളും എല്ലാ സാധനങ്ങളും കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാം വിലക്കുറവിൽ, വിലക്കീഴിൽ, ആദായ വിലയിൽ നമുക്ക് ഈ ചന്തയിൽ ലഭ്യമാകും. എങ്ങനെയായാലും നമുക്കൊന്നും കൂടെ ഒന്ന് ആ ചന്തയിലൊന്ന് കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വീക്ഷിച്ചു തരാം. അപ്പൊ എസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതന്നെ വഴി. തൊട്ടപ്പുറത്തെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അതിൽ കൂടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വീൽ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ 2 വീലർ പാർക്കിംഗ് ആണ്. നമ്മൾ ചന്തയൊക്കെ കയറി എന്ന് പറഞ്ഞേ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. നാളികേല മിഠായി ഇവിടെ ഉണ്ടോ, നാളികേല മിഠായി, നാടൻ ഉൽപ്പന്നങ്ങൾ കേട്ടോ. കൊട്ട, ചട്ടി, വടി ഉണ്ട്. അതല്ല, എന്താ ഇവിടെ വിലക്കുറവിൽ കൊടുക്കണേ? പുറത്ത് കിട്ടുന്നതിനേക്കാളും വില കുറഞ്ഞിട്ട് ആളുകൾ പറഞ്ഞ ആനമാങ്ങണതൊക്കെ. ഇതൊക്കെ എന്താ വില? ഇതൊക്കെ അത് വിലക്കുറവിന് കിട്ടൂല. എന്താ വിലക്കുറവിൽ കൊടുക്കണോടെ? വിലക്കുറവിന് എല്ലാം വിലക്കുറവ് തന്നെയാണ്. ഇതിപ്പോ പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ 400 റുപ്യ. 400 റുപ്യോ? അതിവിടെ 350 വെക്കണേ. 350. 400 റുപ്യ. ചെറുതായിട്ടുള്ള കുറവുണ്ടാവും അല്ലേ? 10-40% വരെ കുറവുണ്ടോ? രാവിലത്തെ വെറ്റിലച്ചന്ത കഴിക്കണ്ടോ. ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ല സ്മെല്ലുണ്ടാവും. വീട്ടിനകത്തൊക്കെ പുറത്തൊക്കെ കത്തിക്കാം. കൊതുക് പോകും, സ്മെല്ലുണ്ടാവും. എന്താ ബഹൂറോ? ആ സ്മെല്ലുണ്ടാവും, കൊതുകും പോവും. എന്താ വില? ഇതിങ്ങനെ 3 പാക്കറ്റും ഈ ചട്ടിയും കൂടെ 100 രൂപ. ഈ ചട്ടി 3 പാക്കറ്റും കൂടെ 100 രൂപ. 100 രൂപ അല്ലേ? പപ്പടം എന്താ വില? പപ്പടം വലിയിട്ട് 50 രൂപ. 50 റുപ്യ. നാടനാണ് കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സാധനങ്ങളൊക്കെ എന്താ സംഭവം? പലഹാരങ്ങളാ? മറ്റേ ഫ്ലെക്സീഡ് അല്ലേ? ഫ്ലെക്സീഡ് എന്താ? ഫ്ലെക്സീഡ് അത് 50 രൂപ. 200 ഗ്രാം. 200 ഗ്രാമിന് 50 രൂപ അല്ലേ? ചിയാ സീഡാ
ഉണക്കമന്തിരുണ്ട്, ബാർലി, ഡയറക്ട് ചിക്ക് റൈസ്, ചാമരി, നവരരി, ചൂടിക്കോതമ്പ്, ആദിവാസി ഐറ്റംസ്, ശർക്കര എന്തല്ല മറുപടി ശർക്കര 120 വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളൊക്കെ വന്നിട്ടേ വീഡിയോ എടുത്ത് പോയതാട്ടോ. ഇതൊക്കെ വീഡിയോ എടുത്തുണ്ട്. ഇന്നൊക്കെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ചന്തയിൽ കൂടെ ഒന്ന് കയറി കൂടിയേ ഉള്ളൂ. ചന്തയുടെ ഈ വീട്ടിലെ ചന്തയുടെ കൽപ്പകഞ്ചേരി ചന്തയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്, എല്ലാ ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഈ ചന്തയ്ക്ക് കയറിയത് എൻ്റെ ഒരു മരുന്നിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ചന്തയ്ക്ക് വന്നിട്ടുള്ളത്. അതായത് ഒരു പച്ചമരുന്ന് ഇവിടെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പച്ചമരുന്ന് മേടിക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ ചന്തയിൽ ആൾ തീരെ കുറവാണ്, കച്ചവടക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഏകദേശം 3:30 മണി ആയിട്ടുള്ളൂ ഇപ്പോൾ സമയം. ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ കച്ചവടക്കാരും എത്തും, ആളുകൾ ഒരുപാടുണ്ടാവും, വരും എന്നാണ് പറഞ്ഞത്. അത്ര നേരം സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ല. എനിക്ക് ഇവിടെ നിന്ന് വീട്ടിലേക്ക് ഒരുപാട് ദൂരമുണ്ട്, ബസ്സിൽ തന്നെ യാത്ര ചെയ്യണം. നമ്മുടെ പച്ചമരുന്ന് ഞാൻ കേട്ടറിഞ്ഞ് വന്നാട്ടോ, എന്നോട് ഒരാൾ പറഞ്ഞോണ്ട് പച്ചമരുന്ന് ഇവിടെ അലർജിയുടെ പച്ചമരുന്ന് ഇവിടെ കിട്ടാനുണ്ട്. അപ്പോൾ ഈ ആഴ്ച ചൊവ്വാഴ്ച ഈ ചന്തയുള്ള ദിവസം, ആഴ്ചയിലൊരു ദിവസമാണ് ചന്ത, ചൊവ്വാഴ്ച ദിവസം ആളുണ്ടാവും എന്ന് പറഞ്ഞു, രാവിലെ മുതലേ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആളെ തേടി നടക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഞാൻ ഇതിന് മുന്നേ വീഡിയോയിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാംസങ്ങളിലൊക്കെ വില പറഞ്ഞിട്ടുണ്ട്, മട്ടൻ്റെയും ബീഫിൻ്റെയും ഒക്കെ വില പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എല്ലാവിധ പച്ചക്കറികളും ഇവിടെ തന്നെ കിട്ടും, ലഭ്യമാണ്. നമ്മളെ ബീഫിൻ്റെ വില കൂടിയിട്ടൊന്നുമില്ല കേട്ടോ. 250 റുപ്യ തന്നെയാണ് കിലോന് ബീഫിന്. ഇവിടെ പോത്തിറച്ചിക്ക് വില, പോത്തിറച്ചി ഉണ്ട്, അതേപോലെ കുട്ടനിറച്ചിയുണ്ട്, 2 ഇറച്ചിയുണ്ട്. പിന്നെ കോഴി, മട്ടൻ അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും മാംസ ഐറ്റംസുകളുണ്ട്, മീനുകളുണ്ട്, പിന്നെ പച്ചക്കറി എല്ലാം കിട്ടും. നമുക്ക് ചന്ദ്ര വീഡിയോ ഫുള്ളാക്കാൻ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ബൈ.